ചാനൽ സ്കിറ്റുകൾ കളിക്കാൻ നിൽക്കുമ്പോൾ എത്രയോ ദിവസം ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും പെട്ടെന്ന് ചേട്ടാ? നമ്മൾ പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ സാറ് കട്ടി വിളിച്ചോളൂ. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമുക്ക് സ്ത്രീകളെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ എല്ലാ പുരുഷന്മാർക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അച്ഛനമ്മമാർക്കൊന്നും ഇല്ലല്ലോ, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ അമ്മമാർക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അന്ന് അമ്മമാർക്ക് ഈ മൂഡ് സ്വിങ്സ് ഒന്നും പറയാനും അറിയില്ല. ഞാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ അവിടെ ഓഡിയൻസിലുള്ള ഒരു ചേച്ചി കുട്ടി ഉണ്ടാക്കാൻ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായി പോയി. ഞാൻ ഇങ്ങനെ 2 കുട്ടികളായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ അങ്ങനെ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ മറ്റേ ഫെമിനിസം പറയുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോ എനിക്ക് ആ പേരൊക്കെ ചിലപ്പോൾ വീഴുമായിരിക്കും. എന്നൊരാളാണ്. അപ്പൊ എനിക്ക് എന്റെ വസ്ത്രധാരണം ഒരാൾ തീരുമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ 4 തവണയും എനിക്ക് മിസ്കാരേജ് ആയി പോയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ത്രീകളുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പരിപാടികളൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ തൊട്ടാണ് അഭിനയം എന്ന ആഗ്രഹം ഫസ്റ്റ് ആ ഒരു ഇതൊക്കെ തോന്നി തുടങ്ങുന്നത് എന്നോട്ടാ? ഇപ്പൊ തന്നെ 17 വർഷമായി. അല്ല, അത് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറായിരുന്നു. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് 2 പെൺകുട്ടികൾ വേണമെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ അമ്മ ഡാൻസ് ഞങ്ങളെ പഠിപ്പിക്കും. അപ്പൊ ഡാൻസ് പഠിപ്പിച്ചാണ് ഞങ്ങൾ ഡാൻസിലാണ് മെയിനായിട്ട് പെർഫോം കാര്യങ്ങൾ, സ്കൂൾ തല മത്സരങ്ങൾ ഇതൊക്കെ ആയിട്ട് അങ്ങനെ നടന്നായിരുന്നു ഞങ്ങൾ രണ്ടാളും. പെട്ടെന്നാണ് ഞാൻ +2 കഴിഞ്ഞ് നിന്ന സമയത്താണ് ഈ അഭിനയത്തിലേക്ക് പോകുന്നത്. അത് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. വീണ നായർ, വീണ ചേച്ചിയാണ് എന്നെ ആദ്യമായിട്ട് ഒരു ഇതിലേക്ക് TV മീഡിയ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ചേച്ചിയുടെ ഒരു സീരിയല്, ദൂരദർശനിൽ ഒരു സീരിയല് ചേച്ചിയുടെ അനിയത്തിയുടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫുള്ള് അഭിനയമാണ്. ഞാൻ പിന്നെ ഡാൻസ് കുറഞ്ഞു തുടങ്ങി. ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, പക്ഷെ ഈ ഡാൻസും ഇതും കൂടി ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അഭിനയം എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ചു തുടങ്ങിയത് അപ്പോഴും മുതലാണ്. ആ സീരിയൽ ചെയ്യുമ്പോഴും അല്ല കേട്ടോ. ശരിക്കും +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയം 17-18 വയസ്സ് ആ ഒരു ടൈം. അപ്പോൾ അതിലേക്ക് അപ്പോഴേ ഈ ഒരു ഫീൽഡിലേക്കുള്ള ഒരു എക്സ്പോഷർ ഭയങ്കര ലക്കും കൂടി ഉള്ള ആണ്. പക്ഷെ എനിക്ക് അതാണ് ഈ ഓരോരുത്തരുടെ ലക്ക്. ആ സമയത്ത് എനിക്ക് അത്ര ലക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സമയത്തെ ഞാൻ അതും ശരിയാണ് പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. കാരണം ഞാൻ അന്ന് ദൂരദർശനിലാണ് ചെയ്തു തുടങ്ങിയത്. അന്നും ദൂരദർശൻ വലുതായിട്ടൊന്നും ആരും വാച്ചബിൾ അല്ലല്ലോ. അപ്പൊ ചാനൽസുകളൊക്കെ വന്നു തുടങ്ങി. ഏഷ്യാനെറ്റ്, സൂര്യൊക്കെ വന്നു. സൂര്യൊക്കെ അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ സീരിയലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അഭിനയത്തിനോട് അത്ര ഒരു ഇതല്ല, ഡാൻസ് തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഈ സീരിയലിൽ നിന്ന് ഞാൻ നാടകത്തിലേക്ക് പോയി. അത് കോളേജിൽ ഞാൻ അപ്പോൾ BSc ഫിസിക്സ് എടുത്തിട്ട് ആർട്സ് കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്നെ ഈ നാടകം കേരള യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ അന്ന് ഡ്രാമ ഫെസ്റ്റിവലിൽ ഞാൻ ചെയ്യുന്ന ഡ്രാമയ്ക്ക് ഞാൻ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് എനിക്ക് അവാർഡ് കിട്ടി, കേരള യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. സോ അപ്പം മുതലാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചിന്ത വന്നു തുടങ്ങുന്ന അപ്പോഴാണ്. ഇന്നും എൻ്റെ ആദ്യത്തെ ഗുരു നാടകം അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് ജിജിക്കുട്ടൻ മാഷാണ്. ജിജി കലാമന്ദിർ. പുള്ളിയാണ് എനിക്ക് അഭിനയം എന്താണെന്നും അഭിനയിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ആളാണ്. ശബ്ദം നമ്മൾ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ശബ്ദം ഇവിടെ നിന്നല്ല വരേണ്ടത്, ഇവിടെ നിന്നാണ് വരേണ്ടത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് ജിജിക്കുട്ടൻ ചേട്ടനാണ്. അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഈ അഭിനയം എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സിനിമാ മോഹം എപ്പോഴാണ് വന്നത്? സത്യം പറഞ്ഞുണ്ടല്ലോ, അത് എപ്പോഴും അങ്ങ് വന്നാണോ ഓർമ്മയില്ല. അതെ, കാരണം എനിക്ക് അഭിനയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അഭിനയമോഹിയാണ് ഞാൻ. അഭിനയിക്കണം എന്നാണ് ഉള്ളത്. അത് ഏത് മീഡിയം ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ നമ്മൾ കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോഴൊക്കെ നമുക്കൊരു സാധനം ഉണ്ടാവുമല്ലോ. നമുക്ക് അന്നൊന്നും സിനിമ എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്ക് നാടകത്തിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ എന്താ പറയുക, നമുക്ക് മൊത്തത്തിൽ അഭിനയിക്കാൻ പറ്റും.
ഈ മറ്റേ ഒരു സിനിമയിലാണെങ്കിൽ കട്ട് കട്ട് പോലും ഇല്ലാതെ. മറ്റേ സിനിമയിൽ കട്ട് പറയും. മറ്റേത് നമ്മളെ നിറഞ്ഞൊരു സദസ്സിന്റെ മുമ്പിൽ ഒരു കട്ടോ ഒരു കാര്യവും ഇല്ലാതെ ഒന്നുമില്ല, ഒരു മൈക്കിന്റെ മുമ്പിൽ മൊത്തം പഠിച്ച് വെച്ചിട്ട് നമ്മൾ നിന്ന് അത്രയും കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതിന്ന് കിട്ടുന്ന ഒരു വൈബ് വേറെ. അടിപൊളി ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ അതിൽ വേറെ റിസ്ക് ഉണ്ട്, തെറ്റിപ്പോയാൽ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകും. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. കട്ടെങ്കിലും പറയാം. അല്ല, തെറ്റും, അത് തെറ്റും. അതിപ്പോ മനുഷ്യന്മാരായതുകൊണ്ട് ചിലപ്പോൾ മറക്കാം. അങ്ങനെയൊക്കെ തെറ്റുമ്പോ നമ്മളിങ്ങനെ തെറ്റിയെന്ന് നമുക്ക് അറിയാലോ. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവും എന്നുള്ളൊരു സാധനം മറന്നു പോയെങ്കിൽ നമ്മൾ പതറരുത്. വേറെ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്ത് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ആ നമ്മൾ ചെയ്യുന്ന നാടകത്തിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഒരു അമച്വർ നാടകമാണ് അല്ലെങ്കിൽ ഫിസിക്കലി വർക്ക് ചെയ്യുന്ന ഒരു നാടകമാണെങ്കിൽ നമുക്ക് 2 ഫിസിക്കൽ പെർഫോമൻസ് ഒക്കെ ഇട്ട് ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അതൊക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം നമുക്ക് 2 സ്റ്റെപ്പ് ഒക്കെ ഇട്ട് നമുക്ക് ഭയങ്കര ഫിസിക്കലി ഉള്ള സാധനമൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ടൈമിൽ ദൈവമേ അത് കഴിഞ്ഞൊക്കെ ആലോചിക്കാം. അത് ആലോചിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതല്ലാതെ റിസ്ക് തന്നെയാണ്. പിന്നെ എനിക്ക് നാടകത്തിൽ തെറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്, മറന്നൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ മാനേജ് ചെയ്യുന്നിടത്താണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കിറ്റ് കളിക്കാൻ, ഞാൻ ചാനൽ സ്കിറ്റുകൾ കളിക്കാൻ നിൽക്കുമ്പോൾ എത്രയോ ദിവസം ബ്ലാക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട്. എന്ത് ചെയ്യും പെട്ടെന്ന്? അല്ല, അത് പിന്നെ ഷൂട്ടല്ലേ, നമുക്ക് കട്ട് വിളിച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. അവര് കട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, നമ്മൾ പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പം സാറ് കട്ട് വിളിച്ചോളൂ. എന്താ ശ്രുതി? സാർ ഒന്നുമില്ല സാർ, സോറി സാർ, മറന്നുപോയി. അങ്ങനെ പറയും. പിന്നെ നാടകത്തിലൊക്കെ പറഞ്ഞ ടങ്ക് സ്ലിപ്പ് വന്നാലും ഒക്കെ നമുക്ക് കട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? വഴുതി വല്ല വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? എന്ത് ചെയ്യും? ഒന്നും അങ്ങനെ ടങ്ക് സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ടങ്ക് സ്ലിപ്പ് വന്നത് നിർത്തിയിട്ട് ആ വാക്ക് കൃത്യമായിട്ട് ഒന്നും കൂടി പറയും. അത്രേ പറ്റുള്ളൂ, അതിനകത്ത് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പൊ എനിക്ക് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു അഭിനയ മോഹിയാണ്. അപ്പൊ സിനിമ എന്ന സ്വപ്നം അതെപ്പോ വന്നു എന്ന് എനിക്ക് അറിയില്ല. വന്നു, മൊത്തത്തില് എവിടെയാണെങ്കിലും അഭിനയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്കിറ്റ് കളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിറ്റ് കളിക്കാനൊക്കെ. എന്താ പറയാ, നമ്മൾ ആ ഒരു അത് വേറൊരു വൈബാണ്. അതിന് എന്താ പറയാ, അത് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അത് ഭയങ്കര രസമാണ്, ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ നമ്മൾ ഈ സ്കിറ്റ് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒരു കാര്യം, എൻ്റെ ഫാമിലി ആണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയോ എടുക്കുകയോ ഒന്നുമില്ല കേട്ടോ. അതിനും അതൊക്കെ നമ്മളെപ്പോഴും ഇതിൽ മാത്രം ഇങ്ങനെ നിൽക്കും. ഒരു ക്യാരക്ടേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കിറ്റുകളിലാണെങ്കിലും വേറെ വേറെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ ആൾക്കാരെ. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇപ്പം ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ആ ക്യാരക്ടർ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, അവരെങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നു, അവർ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു, എങ്ങനത്തെ ആക്സസറീസ് യൂസ് ചെയ്യുന്നു, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കും, ഇതൊക്കെ നോക്കും. എന്നിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഓഡിയൻസിന് കറക്റ്റ് ആ ക്യാരക്ടറായിട്ട് തന്നെ നമ്മളെ ഫീൽ ചെയ്യും. അശ്വതി എന്നുള്ളതിലുപരി റിയലിസ്റ്റിക് അപ്രോച്ച് അശ്വതി എന്നുള്ളതിലുപരി കാണുമ്പോൾ അപ്പിയറൻസ് വൈസ് ഇന്ന ആള് കറക്റ്റ് കണ്ടക്ടർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോമഡി മാസ്റ്റേഴ്സിൽ, അമൃതയിൽ ഞാൻ കോമഡി മാസ്റ്റേഴ്സ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കണ്ടക്ടേഴ്സ്, ലേഡി കണ്ടക്ടേഴ്സ് വന്നിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ഗസ്റ്റ്. അപ്പൊ നമ്മുടെ സ്കിറ്റും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ അതിനകത്ത് കണ്ടക്ടറാണ്. അപ്പൊ ഞാൻ ലേഡി കണ്ടക്ടേഴ്സ്മാര്, അവര് ആ ചേച്ചിമാരവിടെ വന്നപ്പോഴേ ഞാൻ നോക്കി അവരെങ്ങനെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് മുടി അഴിച്ചിടില്ല, അവര് ഒന്നുകിൽ ഉണ്ടക്കെട്ട് കെട്ടും അല്ലെങ്കിൽ പിന്നിട്ടിട്ട് കെട്ടും. അതും കെട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒതുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് സ്ലൈഡ് വെച്ചിട്ട് ബാക്കിയേ കെട്ടുള്ളൂ. പിന്നെ പൊട്ട് വെക്കും. മിക്കവാറും ചേച്ചിമാര് ഗോപി പൊട്ടോ വട്ടപ്പൊട്ടോ വെച്ചിട്ട് ചന്ദന കുറി, എന്തെങ്കിലും ഒരു കുറി ഉണ്ടാവും. രാവിലെയൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു അപ്പൊ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ്. ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ, ഒരു കട്ട്ലിപ്പിൽ ഞാൻ കണ്ടു, ഒരുപാടധികം ഇൻസെക്യൂരിറ്റീസ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കളറിന്റെ പേരിലും. ചേച്ചി ഇപ്പൊ നല്ല സ്ലിം ആയിട്ടാണ് ഇരിക്കുന്നത്. പണ്ട് ഒരുപാടധികം ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. സെൽഫായിട്ടും ഡൗട്ട്സ് വന്നിട്ടുള്ള ഒരു, അതെല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഇപ്പൊ എത്രയൊക്കെ ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാരും പറയുന്നുണ്ട്. ഇപ്പം ഇതൊരു ഇതായിട്ട് പറയുന്നില്ല, ഞാൻ തികച്ചും എൻ്റെ ഒരു ഇതായിട്ട് പറയുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ പറയുമ്പോൾ ഈ കളറിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു സാധനം വരുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് പലപ്പോഴൊക്കെ നമ്മളൊക്കെ അത് നേരിട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. കളർ, നിറം, വണ്ണം
എല്ലാ രീതിയിലുള്ള വിവേചനങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും വണ്ണമുള്ളവരെ കളിയാക്കുക, ഇപ്പോഴും കളിയാക്കുന്നില്ലേ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ക്ലാസ്സിൽ കയറി ഞാൻ പോകുമ്പോൾ അന്ന് ഇന്ന് നല്ല വണ്ണമുണ്ട്. അപ്പം ചെക്കന്മാരൊക്കെ വന്ന് പറയും, നീ ഇവിടെ കയറി കഴിഞ്ഞാൽ ക്ലാസ്സിൽ വേറെ ആർക്കും കയറാൻ പറ്റത്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു. അത്രയും നാൾ ഞാൻ ആലോചിച്ചിട്ടില്ല എനിക്ക് വണ്ണം ഉണ്ടെന്ന്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞേക്കുമ്പോ ഓ വണ്ണമുണ്ട്. പിന്നെ നമുക്കത് ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമം, ഭയങ്കര സാധനം. പിന്നെ ഇത് എങ്ങനെയെങ്കിലും കുറയ്ക്കുക. പക്ഷെ ഈ കളിയാക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമുക്ക് സ്ത്രീകളെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ എല്ലാ പുരുഷന്മാർക്കും അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്തമായിട്ടുള്ള 2 ബോഡി കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണ് പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോൺ വിഷയങ്ങളും അവരനുഭവിക്കുന്ന വേദനകളും പ്രഷറും ഒരിക്കലും ഇവർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അവരുടെ കുറ്റമല്ല. വെള്ളം കുടിച്ചാൽ വണ്ണം വെക്കുന്നത് ഞാൻ ഒരുപാട് കഴിക്കില്ല, പക്ഷെ ഞാൻ വെള്ളം കുടിച്ചാൽ മതി വണ്ണം. അല്ല, ചിലർ പറയും വെള്ളം കൂടുതൽ കുടിച്ചാൽ വണ്ണം കുറയൂന്ന് പറയും. ഇതെല്ലാം ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ ശരീര സ്ഥിതി അനുസരിച്ചാണ്. അത് അവരുടെ ഡിപ്പെൻസ് ആണ് വരുന്നത്. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലെ ഇച്ചിരി ചബ്ബിയായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ്. അത് പാരമ്പര്യമായിട്ടൊക്കെ ആയിരിക്കാം നമുക്ക് അങ്ങനെ വരുന്നത്. പിന്നെ ജനറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാവും, പിന്നെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് ഏത് പെൺകുട്ടിക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഇല്ലാത്ത? 90% സ്ത്രീകൾക്കും ഏതെങ്കിലും ഒരു തരത്തിൽ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് പിഗ്മെന്റേഷൻസ് സംഭവിക്കാം, തടി കൂടാം, ചിലർ മെലിയാം. മനുഷ്യരല്ലേ, എങ്ങനെയാണ് ഈ റോബോട്ടിനെ പോലെ ഒട്ടിച്ചു പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ പ്രൊഫഷനിൽ വരുമ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഇപ്പോഴും ബോഡി പോസിറ്റിവിറ്റി ഉണ്ട്, നമ്മൾ ഇതെല്ലാം സംസാരിക്കുന്നാലും ആൾക്കാർ ആക്ച്വലി ഇപ്പോഴും പരസ്യമായി രഹസ്യമായി ഇത് പറയുന്നുണ്ട്, നമ്മൾ അളക്കുന്നുണ്ട്. അതിന്റെ പേരിൽ 1000 അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ആവുമ്പോഴത്തേന് ഇവർ അളന്ന് തൂക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അറിഞ്ഞും അറിയാതെയും ഈ പറയുന്ന നമ്മൾ പോലും പറയുന്നുണ്ട്. കറക്റ്റ്, ശരിയാണ്. അത് നമ്മൾ ശീലിച്ചു പോയി. തൊട്ടയിലെ ശീലം. എനിക്ക് തോട്ട്സ് വരുമ്പോൾ നമ്മൾ ഈ ലേണിംഗ് അൺലേണിംഗ് പരിപാടിയാണ്. ഞാനത് പറയാൻ പാടില്ല, കാരണം ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എനിക്കത് വിഷമാവും. ഞാൻ അളക്കാൻ പാടില്ല എന്നൊരു സാധനം, കാരണം ഞാൻ പെർഫെക്റ്റ് അല്ല. ആ തോട്ട് വഴി നമ്മളത് അൺലേൺ ചെയ്തെങ്കിലും കൊണ്ടുവരണം. ചൊട്ടയിലെ ശീലം ചുടല വരെ. അതാണ്, നമ്മളെല്ലാവരും അത് പറഞ്ഞ് ശീലിച്ചു. നമ്മൾ ചെറുപ്പത്തിലെ കേൾക്കുന്നത് നമ്മുടെ വീട്ടുകാരും അത് പറഞ്ഞാണ് കേൾക്കുന്നത്. അപ്പൊ അത് കേട്ട് കേട്ട് വരുമ്പോൾ നമ്മളും പഠിക്കും. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പം പറയാണ്, എടാ അപ്പുറത്തെ വീട്ടിൽ മറ്റേ ഇന്ന ആള് വന്നിരുന്ന്, ഏതാള്, മറ്റേ ഇച്ചിരി തടിയുള്ള ഇച്ചിരി കറുത്തിട്ട് ഉള്ള ഒരാളില്ലേ എന്നല്ലേ നമ്മള് ആളെ അടയാളം പറഞ്ഞു കൊടുക്കുക. എനിക്ക് സംഭവം എന്താ അറിയോ, പക്ഷെ അങ്ങനെ അടയാളം പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പറയുന്ന പക്ഷവും ഉണ്ട് കേട്ടോ. കാര്യം അവരങ്ങനെയാണ്. അത് അവരെ നമ്മളൊരു ബോഡി ഷെയ്മിങ് പോലെ അല്ല, അവരുടെ അപ്പിയറൻസ് വൈസ് അവരെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളൊക്കെ ചില സമയത്ത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പം നീ ഇപ്പോ വണ്ണം വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നിനക്കിപ്പോ ഇച്ചിരി കളർ കുറഞ്ഞതോ അല്ല നമ്മുടെ അവിടുത്തെ ചിന്ത എന്ന് പറയുന്നത്. ആ നിൽക്കുന്ന ആൾക്ക് നിന്നെ അടയാളപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ പോകുമ്പോഴാണ് വിഷയം വരുന്നത്. അതെ, ഞാൻ ചെറുതിൽ എൻ്റെ അമ്മ ഇതൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലേ. പക്ഷെ ഞാൻ അതുകൊണ്ട് എനിക്ക് തോട്ട്സ് ഞാനൊരു ഡിഗ്രി പഠിക്കുന്നവരെ ഉണ്ടായിട്ടില്ല. ഡിഗ്രി ആയപ്പോൾ നമ്മൾ സമൂഹമായിട്ടുള്ള ഇന്ററാക്ഷൻ വരെയാണല്ലോ, അപ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഞാനങ്ങ് ഡിപ്രഷനിലോട്ട്. ഇത് എന്ത്, എന്റെ വീട്ടിലൊക്കെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവരൊക്കെ പഴയ ആൾക്കാർ തന്നെയല്ലേ, അപ്പൊ അവരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ ഇപ്പോഴും തല്ലുകൂടാറുണ്ട് എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടും. അവരോടൊക്കെ ഞാൻ പറയാം, അതിന് അങ്ങനെ പറഞ്ഞേ, ഞാൻ ചോദിക്കും അതിന് അമ്മ അങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ അതിന് അച്ഛൻ അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, നമ്മളത് അല്ല, ഇപ്പൊ നമ്മൾ കുറെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യും എന്നുള്ളൊരു സാധനമൊക്കെ. ഇപ്പൊ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കളിയാക്കി, ഇപ്പൊ കുറെ ആണുങ്ങൾ കളിയാക്കുന്നുണ്ട്. മൂഡ് സ്വിങ്സ് എന്ന് ഇപ്പൊ പെമ്പിള്ളേർ എന്ത് കാണിച്ചാലും മൂഡ് സ്വിങ്സ് എന്നുള്ള ഒരു പേരും പറഞ്ഞ് അങ്ങ് എസ്കേപ്പ് ആവുന്നു. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ആണുങ്ങൾക്കും ഉള്ള സാധനമാണ്, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഈ മൂഡ് സ്വിങ്സ് ഉണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ ഇവര് പറയുന്ന വേറൊരു കാര്യം ഞാൻ കേട്ടതാണ് കേട്ടോ. നമ്മുടെ അച്ഛനമ്മമാർക്കൊന്നും ഇല്ലല്ലോ, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ അമ്മമാർക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അന്ന് അമ്മമാർക്ക് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയാനും അറിയില്ല. അവർക്ക് അത് പറഞ്ഞ് വീട്ടിലിരിക്കാനും പറ്റില്ല. അവർക്ക് 100 കൂട്ട കാര്യങ്ങളുണ്ട്. ഭർത്താവിനെ നോക്കണം, മക്കളെ നോക്കണം, അവരെ ശ്രദ്ധിക്കുന്നതിന് പകരം ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചു. നമ്മളെ നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മൂഡ് സ്വിങ്സ് ആണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതും
അങ്ങനെ ഒരു വാക്ക് മൂഡ് സ്വിംഗ്, ഡിപ്രഷൻ, ആൻസൈറ്റി എല്ലാം നമ്മളെ കുറച്ചും കൂടി ശ്രദ്ധിച്ചു തുടങ്ങി. ഇന്നത്തെ സ്ത്രീകളെ ശ്രദ്ധിച്ചു തുടങ്ങിയതുകൊണ്ടാണ്. പണ്ട് നമ്മൾ അമ്മമാർക്കൊന്നും അങ്ങനത്തെ ചിന്തയില്ല. അവരെ പറ്റി ചിന്തിക്കുന്നില്ല. മക്കള്, ഭർത്താവിന്റെ വീട്ടുകാര്, സ്വന്തം വീട്ടുകാരെക്കാളും കൂടുതൽ ഭർത്താവിന്റെ വീട്ടുകാര്, അങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് അവരുടെ ഈ സ്വിങ്സും കാര്യങ്ങളൊന്നും അവര് ചിന്തിച്ചിട്ട് കൂടിയില്ല. അവർക്കെന്താ, രാവിലെ 4 മണിയാകുമ്പോ കോഴി കൂവും, രാവിലെ എണീക്കുക, വെള്ളം കോരുക. ഇപ്പോഴത്തെ പല ആളുകളും പറയുന്നത് മാതൃകാപരമായ ജീവിതം അതാണ്, സ്ത്രീകൾ അങ്ങനെ തന്നെയായിരിക്കണം, എല്ലാരും അല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. മാറിയിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 30%, 20% മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി 70% ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പിന്നെ വലിയ വായിൽ പറയും, അതെന്താ അങ്ങനെയല്ലേ ഇങ്ങനെ എന്നൊക്കെ പറയും. ഒരു കാര്യമില്ല, അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ചില സ്ത്രീകളോട് പോയിട്ട്, ചേച്ചി അങ്ങനല്ല എന്ന് പറയുമ്പോ അതിനിപ്പോ എന്താ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ എന്നാലും പറയുവാണ്. കാരണം ഞാൻ വ്യക്തികളെയോ അല്ലെങ്കിൽ ഇതൊന്നും പറയുന്നില്ല. ഞാൻ ഒരു ഫംഗ്ഷന് ഞാൻ പോയി. അപ്പൊ ഒരു വിമൻസ് ഡേയുടെ ഫംഗ്ഷന് ഞാൻ ഗസ്റ്റ് ആയിരുന്നു. ഞാൻ അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ത്രീ എംപവർമെന്റിനെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് കുട്ടികൾ ഉണ്ടാവുന്ന കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അപ്പം ഇപ്പൊ സ്ത്രീകൾ എപ്പോഴും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളും കൂടെയൊക്കെ ആലോചിച്ചിട്ട് വേണം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാണ്ട് കുട്ടി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫിനെ സംബന്ധിച്ച്. ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് ഒരു കുട്ടി ഉണ്ടാക്കാനല്ലല്ലോ, അല്ലെങ്കിൽ അതല്ലല്ലോ അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ അവിടെ ഓഡിയൻസിലെത്തൊരു ചേച്ചി, കുട്ടി ഉണ്ടാക്കാൻ തന്നെയാണ് കല്യാണം കഴിക്കുന്നതെന്ന്. ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായി പോയി. ഞാൻ ഇങ്ങനെ ചേച്ചി അവര് എഴുന്നേറ്റ് കുട്ടി ഉണ്ടാക്കാൻ തന്നെയാണ് കല്യാണം കഴിക്കുന്നതെന്ന്. 2 പിള്ളേരെ ഉണ്ടാക്കി അവരെ നമ്മളെങ്ങനെ മാറോട് ചേർത്ത് കിടക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, പിന്നെ എന്താന്നൊക്കെ ഇങ്ങനെ പബ്ലിക് സ്റ്റേജില് അവര് അത്ര ഓപ്പൺ ആയിട്ടാ പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞതിനെ അംഗീകരിക്കുന്നവരുണ്ടാവാം. അതിനകത്ത് കൂടുതലും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നേ. അവരെ അംഗീകരിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ എന്നിട്ട് തിരിച്ചു പറഞ്ഞു, ഇത് തികച്ചും ചേച്ചിയുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ചേച്ചി പറഞ്ഞത്. ഇതൊരിക്കലും ഞാൻ അംഗീകരിച്ചു തരില്ല, കാരണം ഞാൻ അങ്ങനല്ല. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞതും എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ യോജിക്കുന്നവർക്ക് യോജിക്കാം, ഇല്ലാത്തവർക്ക് ഇല്ലാതിരിക്കാം എന്ന് പറഞ്ഞപ്പോ അമ്മമാരടക്കം ചേച്ചിമാരടക്കം കൈയടിച്ചു. എല്ലാവരുടെയും ഉള്ളിൽ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചേച്ചിമാരെയും ആന്റിമാരെയും അമ്മൂമ്മമാരെയും ഒക്കെ കണ്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, അല്ല അവര് പറഞ്ഞു, ശരിയാണ് മോള് പറഞ്ഞ കാര്യം. ഞാൻ എന്തിനു പറഞ്ഞേ, നമ്മൾ കല്യാണം കഴിച്ച് നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് മെന്റൽ സപ്പോർട്ട് തരാനും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു സിസ്റ്റമാണത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. അല്ല, അത് പിന്നെ മാത്രല്ല, കുട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആണ് എന്നെ സംബന്ധിച്ച്. കാരണം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനുള്ളൊരു ഫ്രീഡം വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം. എല്ലാത്തിനും ഉപരി ഒരു വൈഫ് ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് അല്ലാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് എന്ത് പറയാൻ പറ്റണം, നമ്മൾ ഒരുത്തൻ നോക്കിയെന്നാണെങ്കിലോ തോണ്ടിന്നാണെങ്കിലോ പിച്ചിന്നാണെങ്കിലോ, ഇനി നമ്മൾ ഒരുത്തനെ നോക്കിയെന്നുള്ളതാണെങ്കിൽ പോലും നമുക്ക് അയാളോട് പറയാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ പിന്നെയും പറയുവാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ താഴെ പോകാതെ വരും എനിക്ക്. അല്ല, അത് വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ പേഴ്സണൽ ഒരു ഇതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ പണ്ടത്തെ ഒരു ഇതിന്റെ മാരേജ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അടിമത്വമാണ് പറയുന്നത്. ലൈക് പുരുഷൻ മേളില് സ്ത്രീ കീഴില്. നമ്മൾ അതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പുരുഷന്മാർക്കെതിരെ സംസാരിക്കുന്നു. അപ്പോഴാണ് ഫെമിനിസം. ഈ പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് പോലും പുരുഷന്മാരെ ഇഷ്ടമില്ലാത്ത, പുരുഷന്മാരെ കണ്ടുകൂടാത്ത, അവർക്ക് എതിരെ പുരുഷ വിരുദ്ധരാണ് എന്ന് ാണ് പറയുന്നത്. ഒരുമിച്ച് മുന്നോട്ട് പോകാന്നാണ്. അതൊക്കെ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് എനിക്ക് അറിയില്ല. അത് പറഞ്ഞ പോലെ മനസ്സിലാക്കാത്തതിന്റെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ.
എല്ലാ ആണുങ്ങളും അല്ല, അതേട്ടോ ഒരുപാട് പേര് ഇപ്പൊ ഈവൻ എന്റെ ഹസ്ബൻഡിനെ തന്നെ എടുക്കാം. പുള്ളി പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ഫെമിനിസം ഒക്കെ കറക്റ്റ് ഫെമിനിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പുള്ളി. കാരണം അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ചില ആണുങ്ങളുണ്ടല്ലോ, ദേ വോണ്ട് പവർ, ലൈക്ക് അവര് പറയും അടുത്ത ആൾ അനുസരിക്കണം. ആ പവർ അവരിൽ നിന്ന് എടുക്കുമ്പോ അവരുടെ ഈഗോ ഹേർട്ട് ആവുകയാണ്. അതവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും. മാതൃത്വം നല്ലതാ, സ്നേഹം നല്ലതാ, കുട്ടികളോടുള്ള ഇതൊക്കെ നല്ലതാ. പക്ഷെ നമ്മളെ കൊന്നിട്ട് ഞാൻ പറയട്ടെ, ഒരു കല്യാണം കഴിച്ച ഒരു ജീവിതം ഉണ്ടായിട്ട് 2 കുട്ടികളും ഉണ്ടായി എന്ന് പറഞ്ഞാലും നമ്മുടെ ഭർത്താവിന്റെ സ്നേഹവും ഭർത്താവിന്റെ സപ്പോർട്ടും കെയറും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ലൈഫ് നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു ആ ലൈഫിൽ? സെക്കൻഡറി ആയിട്ട് വരേണ്ട കാര്യം, വേണോന്നുള്ളവർക്ക് വേണം, വേണ്ടാത്തവർക്ക് വേണ്ട. കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് 2 കുട്ടികളായി പോയത് കൊണ്ട് മാത്രം ഞാൻ അയാളുടെ കൂടെ ജീവിക്കുന്നതാണ്. നമ്മുടെ ലൈഫ് എന്താ ബലിയാടാണോ നമ്മള്? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ 2 കുട്ടികളായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ അങ്ങനെ സഹിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ സന്തോഷവും നമ്മുടെ സ്വാതന്ത്ര്യവും ഒക്കെ കളഞ്ഞിട്ട് നമ്മളത് സഹിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അല്ല, അങ്ങനെയും ആഗ്രഹിക്കുന്നവരുണ്ടാവും കേട്ടോ. നമ്മുടെ വശമാണ് പറയുന്നത്. അങ്ങനെയും ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്ന് പറയുന്ന അങ്ങനെ ഉള്ളവരുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അല്ല, അങ്ങനെ സഹനമാണ് സ്നേഹം എന്ന് പറയുന്നവരും ഉണ്ട്. അത് മാറണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. അത് മൈൻഡ് ഇപ്പൊ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മള് ന്യൂ ജനറേഷൻ കുട്ടികളുടെ അടുത്തൊക്കെ ഇപ്പൊ അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മളൊക്കെ ഇപ്പൊ എന്റെ പ്രായമല്ല റബേക്കയുടെ, ഒരു പരിധി വരെ നമ്മുടെ കാലഘട്ടത്തിലുള്ളവർ പോലും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ എനിക്ക് മൈൻഡ് മാറിയിട്ടുണ്ടെങ്കിലോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലോ എൻ്റെ ചിന്തകൾ മാറിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ഞാൻ അതിന് ഏറ്റവും നന്ദി പറയുന്നത് ഹസ്ബൻഡിനല്ല. അതിന് മേളില് ഞാൻ വിമൻസ് തിയേറ്ററിൽ വർക്ക് ചെയ്തിരുന്നു. നിരീക്ഷ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വിമൻസ് തിയേറ്റർ, കേരളത്തിലെ ഒരു വിമൻസ് തിയേറ്ററുള്ള ആദ്യത്തെ വിമൻസ് തിയേറ്ററാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 2 മാഡം ഉണ്ട്, സുധി ചേച്ചിയും രാജി മാം. അവർ 2 പേരാണ് നടത്തുന്നത്. ഞാനൊരു വിമൻഹുഡ് ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ജേർണിയിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു എൻ്റെ കല്യാണം വരെയുള്ള ഒരു ടൈം, ഒരു 4 to 5 years ഞാൻ അവരുടെ കൂടെയായിരുന്നു. ഞാൻ അവരുടെ കൂടെ പോയി അവരുടെ കൂടെ കുടുംബശ്രീയിലെ രംഗശ്രീ തിയേറ്റേഴ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ്. അതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് നമ്മൾ നാടകം പഠിപ്പിക്കാൻ പോകും. ഞാൻ അവിടെ കണ്ട ചേച്ചിമാരുടെ അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് മാറിപ്പോവും. എൻ്റെ ചിന്തകളും എൻ്റെ ആറ്റിറ്റ്യൂഡും എന്തായിരിക്കണം, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എന്നൊക്കെയുള്ള എല്ലാ കോൺസെപ്റ്റിലും എല്ലാ കാര്യത്തിലും ഒരു മാറ്റം വന്നത് അവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടാണ്. കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഓരോ ചേച്ചിമാരുടെ അനുഭവങ്ങൾ കേട്ടിട്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവം ഞാൻ കേട്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ മാറിയത്. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്നിരുന്നത് പറയുന്നതല്ല. എല്ലാരും ഇപ്പം വിചാരിക്കും കുറെ ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ മറ്റേ ഫെമിനിസം പറയുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോ എനിക്ക് ആ പേരൊക്കെ ചിലപ്പോൾ വീഴുമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര വലിയ വായിൽ വർത്താനം പറയുന്നു, അല്ലെങ്കിൽ ഇവളൊക്കെ പറയും ഒരു സിനിമയിൽ കയറി വരാൻ പോകുന്ന കമന്റാണ്. ഒരു സിനിമയിൽ കയറിയതും അവൾ വന്ന് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് എന്തൊക്കെയാ വിളിച്ച് പറയണേ, ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. അതെനിക്കറിയാം. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ 17 വർഷത്തെ പ്രയത്നം കൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നതാണ്. ആ 17 വർഷത്തിൽ ഞാൻ പറഞ്ഞില്ല ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് കാര്യങ്ങൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അപ്പം അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ അനുഭവങ്ങൾ ഞാൻ കണ്ടതുകൊണ്ടും കേട്ടതുകൊണ്ടുമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു ഭാവം അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഗം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിന് വേറെ വശം കൂടി ഉണ്ട്. ഒരുപാട് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ നമ്മളിത് പറയുമ്പോ അതും പറയുന്നുണ്ട്. ഒരിക്കലും നമ്മൾ സ്ത്രീകൾ മാത്രമേ ഇതാക്കുന്നുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരു പുള്ളി നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് അത് കുറച്ച് ഇതായിട്ട് പറയുന്നു എന്ന് മാത്രം. അതായത് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇരുന്നിട്ട് ഒരു പെൺകുട്ടി പറ്റിച്ചത് കാരണം ആത്മഹത്യ ചെയ്ത എത്ര ആണുങ്ങളാണ്. അവരെത്ര സിൻസിയർ ആയിട്ടായിരിക്കും അവരെ സ്നേഹിച്ചത്. അവിടെ സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം ആത്മഹത്യ ചെയ്ത ഒരു പുള്ളി ബസ്സിൽ ചെയ്യാത്ത തെറ്റിന് വെറുതെ അനാവശ്യമായിട്ടുള്ള വാർത്ത. അതിനും വേറൊരു കാര്യമുണ്ട്. അതിന് 2 പക്ഷം വന്നു. ഞാൻ ഇതായിട്ട് പറയുന്നത് 2 പക്ഷം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അയാൾ ചെയ്യാത്ത തെറ്റെന്ന് പറയുന്നു,
ഇപ്പൊ ഒരു സ്ത്രീ ഇപ്പം രണ്ട് പക്ഷം വന്നത് ഞാൻ കേട്ടത് ഞാൻ പറയുവാണ്. അല്ല അപ്പൊ കേട്ടപ്പോ എനിക്കും തോന്നിയൊരു കാര്യവും കൂടിയാണ്. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഞാൻ ഇപ്പൊ നിന്റെ കാലിൽ ഞാൻ ഇങ്ങനെ തട്ടി, ഈ തട്ടിയത് ഇപ്പൊ ഇവിടെ നിന്ന് ക്യാമറയിൽ എടുക്കുന്നുണ്ട് ഇവര്. അപ്പൊ എടുക്കുമ്പോ ചിലപ്പോ ആ ക്യാമറ വിഷ്വൽസിൽ ചിലപ്പോ ഞാൻ നിന്നെ തട്ടിയത് വേറൊരു രീതിയിലാണ് തട്ടിയതെന്ന് അവർക്ക് ചിലപ്പോ അത് കണ്ടാ വിഷ്വൽസിൽ കണ്ടാ തോന്നൂല. പക്ഷെ തട്ടിയ നിനക്ക് അത് ഫീൽ ചെയ്താ നിനക്കറിയില്ലേ ഞാൻ ഏത് രീതിയിലാണ് തട്ടിയതെന്ന്. നിനക്ക് ഫീൽ ചെയ്യുമ്പോ നിനക്കത് മനസ്സിലാവും. ആക്ച്വലി ആ വിഷ്വൽസില് പുള്ളി തിരിഞ്ഞു നിൽക്കുവാണ്, ഇവര് ചേർന്ന്. അല്ല അതെ, അല്ല ഞാൻ പറഞ്ഞത് വേറൊരു വശം പറഞ്ഞതാണ്. അവര് പറഞ്ഞ വേറെ കുറച്ച് ആൾക്കാര് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിനകത്തൊക്കെ ഇട്ട പോസ്റ്റാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്കറിയാം അവരെ ടച്ച് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന്. അത് എന്ത് വിഷ്വൽസിൽ ഏത് രീതിയിൽ ഏത് ആംഗിളിൽ എടുത്തെന്ന് പറഞ്ഞാലും അതും ശരിയാണെന്ന്. ഇപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ആര് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോ ചിലപ്പോ തോന്നൂലായിരിക്കും നമ്മളെ അയാൾ തട്ടിയത് അങ്ങനെയാണെന്ന്. ചിലര് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരും, നേരെ വന്ന് ഇടിക്കും, നേരെ വന്ന് ഇങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ തട്ടി അങ്ങ് പോവും. ഇപ്പൊ കാണുന്നവർക്ക് എന്താ തോന്നുന്നത്, അറിയാതെ ഇടിച്ചിട്ട് പോകുന്നത്. പക്ഷെ അത് മനഃപൂർവ്വമാണ് ഇടിച്ചതെന്ന് അവരുടെ ടച്ചിൽ നമുക്കറിയാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ ചേച്ചി, അപ്പം റീസെന്റ് ആയിട്ട് പൊങ്കാലയൊക്കെ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വലിയൊരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരുപാടധികം സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ട്രോളുകളും അതിന് രണ്ടു പക്ഷം വരുന്നുണ്ട്. ഒന്ന്, അവരവരുടെ ഇഷ്ടമാണ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊരു ആ ഒക്കേഷൻ എന്താണെന്നുള്ളതും ചുറ്റുള്ള ആൾക്കാർ എന്താണ് അവിടെ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് മനുഷ്യർ വന്നിരിക്കുന്നതെന്നും കൂടി മാനിച്ചിട്ട് നമ്മൾ ഡ്രസ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മളത് നമുക്ക് എല്ലാവർക്കും വസ്ത്രധാരണ സ്വാതന്ത്ര്യം ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രം നമുക്ക് ധരിക്കാം. അതിനൊരാളും, ഞാനും അങ്ങനെ തന്നെ പറയുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ വസ്ത്രധാരണം ഒരാൾ തീരുമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പിന്നെ എനിക്ക് കൂടുതൽ സജഷൻസ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്ന ഇഷ്ടമാണ്. ഞാൻ അത് ഇടട്ടെ, അത് എനിക്കിട്ടല്ല എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ചോദിക്കും. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ പുള്ളി പറയുന്നത് പോലെ എനിക്ക് ധരിക്കാൻ പറ്റുള്ളൂ എന്നൊരിക്കലും പറയുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ അത് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്നൊരു ഇടം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പല പരിപാടികൾക്കും പോകും. അപ്പൊ ആ പരിപാടി എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വസ്ത്രം ആകുമ്പോഴത്തേക്കിനും ഈ അനാവശ്യമായിട്ടുള്ള ട്രോളുകളും കളിയാക്കലുകളും ഒക്കെ നമുക്ക് തന്നെ സ്വന്തം അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഒഴിവാക്കാൻ പറ്റും. ഡ്രസ്സ് നമുക്ക് പള്ളിയിലോ അമ്പലത്തിലോ പറ്റില്ല. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോ, ഒരു അമ്പലത്തിൽ നമ്മൾ രാവിലെ പോകുമ്പോ ഒരു ജീൻസും ബനിയനും ഇട്ട് പോയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പോകുന്നവരുണ്ടാവാം. പക്ഷെ നമുക്കത് ആ ഒരു ഒക്കേഷന് പറ്റിയ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജീൻസും ബനിയനും. സ്വാഭാവികമായിട്ട് ഞാൻ പറയാണ്, ജീൻസും ബനിയനും ഇട്ട് പോകുമ്പോ എന്തോ ഒരു ഓക്വേർഡ് ഫീൽ തോന്നും നമുക്ക്. ഇപ്പം പുരുഷന്മാരാണെങ്കിൽ പോലും മുണ്ട കൊടുത്തിട്ടല്ലേ അമ്പലത്തിൽ പോകുന്നത്. ജീൻസ് ഇടുന്നവരും ഇതൊക്കെ ഇടുന്നവരുണ്ട്, അവർക്കത് ഇഷ്ടമായിരിക്കാം. പക്ഷെ എന്നാലും കുറേ ജനങ്ങൾ കൂടുന്നൊരു ഒക്കേഷൻ പരിപാടിയാണ്. അപ്പം അവിടെയൊക്കെ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു വസ്ത്രധാരണ ആണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കാം. ട്രോളുകളും കളിയാക്കലുകളും ഒഴിവാക്കാം, അതാണ് കാര്യം. പിന്നെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിന്നെ നോ പ്രോബ്ലം. അതൊക്കെ നെവർ മൈൻഡ് ആയിട്ട് വിടുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. ചേച്ചിയെ പറ്റി ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ചേച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. ലൈഫിൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരാളാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു തന്നത് ചേച്ചിക്ക് അബോർഷൻ നടന്നു, അത് ആ ഒരു പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? അത് 3-4 പ്രാവശ്യം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി, കൺസീവ് ചെയ്യാൻ പറ്റിയില്ല. കൺസീവ് ചെയ്ത ശേഷം വന്ന പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചേച്ചി ഓവർകം ചെയ്തത് ആസ് എ വുമൺ എന്നുള്ള ജേർണി? ഇതിൽ ഞാൻ ഫസ്റ്റ് ഒരു തിരുത്ത് ഞാൻ പറയാം. അതായത് ഇപ്പം നീ എന്നെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ഞാനൊരു സ്ട്രോങ് ലേഡി ആണെന്ന് നിനക്ക് മനസ്സിലായി എന്ന് നീ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ചെറിയൊരു തെറ്റുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ, എന്നെ നീ പേഴ്സണലി മനസ്സിലാക്കിയിട്ടല്ല ആ പറഞ്ഞത്. എന്നെ പറ്റി ബാഹ്യമായിട്ടുള്ള ഇത് വെച്ചിട്ട് അറിഞ്ഞ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടാണ് അത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ സ്ട്രോങ് ലേഡി ആവുന്നതോ നമ്മളൊരു മെന്റലി നമ്മൾ സ്ട്രോങ് ആവുന്നതോ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും നമ്മൾ ജനിക്കുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഉള്ളവരും ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ ഭയങ്കര തൊട്ടാവാടിയാണ്, അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരെ എന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കരയും. അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാൻ. അല്ല,
അത് നമ്മുടെ മൈൻഡാണ്. അവിടെ അത് നമ്മുടെ മൈൻഡിന്റെ ഒരു ഇതാണ്. കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരൂലേ? അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു കാര്യത്തിന്, നമ്മൾ ചിലപ്പോൾ അറിയാത്ത കാര്യത്തിനായിരിക്കാം, നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്നവര്, അപ്പൊ നമ്മളെ മക്കളാണെങ്കിലും ആവാം. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ലേഡി അല്ല. പക്ഷെ എന്നാൽ പൊളിറ്റിക്സ് നമുക്കുണ്ട്. അത് മനസ്സിന്റെ ഉള്ളിൽ ഓരോ പൊളിറ്റിക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ 4 തവണയും എനിക്ക് മിസ്കാരേജ് ആയി പോയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ത്രീകളുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പരിപാടികളൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങളും ക്യാരി ചെയ്ത് നടക്കുന്ന ലേഡീസ് ഉണ്ടാവും. അങ്ങനെ ഒരാളാണ് ഞാൻ. ഹോർമോണൽ ഇഷ്യൂസ്, ഹസ്ബൻഡിന്റെയും വീട്ടിലേക്ക് സപ്പോർട്ട് ഉള്ളത് ആ സമയത്ത് വലിയൊരു, അതെ, അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട്, എൻ്റെ എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്ന് വന്നത്. അത് തന്നെയാണ് എനിക്ക് ഇപ്പം എന്നെ പോലെ കുട്ടികളില്ല, അല്ലെങ്കിൽ മിസ്കാരേജസ് കാര്യങ്ങളൊക്കെ സംഭവിച്ച് അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ചേച്ചിമാരോടും അല്ലെങ്കിൽ അനിയത്തിമാരോടും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ളതാണ്, അതിനൊക്കെ ഒരു ടൈമുണ്ട്. ആ ടൈമിനത് നടക്കും. പിന്നെ അത് കുട്ടി ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത്. അതിനേക്കാളും അച്ചീവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട്, നമ്മളെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ പോവുക, നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ പോവുക. ഒന്നുമില്ലെങ്കിലും വിഷമം വരുമ്പോൾ ഒരു വണ്ടി പിടിച്ചിട്ട് ഒരു യാത്ര പോയിട്ട് വരിക. യാത്രയിലൂടെ നമ്മൾ കണ്ട കാഴ്ചകളും ഒക്കെ നമുക്ക് തരുന്നൊരു മനസ്സിനൊരു സുഖമുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിടിച്ച് അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാതെ ഈ സാധനം ഇങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ കിടക്കും തോറും അതിങ്ങനെ തികട്ടി വന്നിട്ട് നമ്മളെ തന്നെ അത് തിന്നുകൊണ്ടിരിക്കും ആ ഒരു ഇത്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതൊക്കെ അങ്ങ് മറന്നു കളയുക. അതാവുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അത് മാത്രം ഇങ്ങനെ മനസ്സിൽ എടുത്ത് വെക്കരുത്. അതായത് എൻ്റെ ഒരു അനീഷേട്ടൻ പറയണ പോലെ അതിങ്ങനെ മെയിൻ സ്ട്രീമിൽ ഇടരുത്. അതൊക്കെ നമ്മുടെ പാർട്സിൽ വെച്ചിട്ട് മെയിൻ സ്ട്രീമിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ലൈഫ് വേറെ ഏത് രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്യൂച്ചർ പരിപാടികളെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുക. ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് സന്തോഷിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അടിപൊളി ചേച്ചി. ഞാനിത് ഫുൾ ഓൺ ഒരു ഫൺ പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ചേച്ചി ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ചേച്ചി ആസ് എ പേഴ്സൺ എങ്ങനെയാണ്, ഫെമിനിസം എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു നോ യുവർ പൊളിറ്റിക്സ്. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിലേക്കൊക്കെ അത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതൊക്കെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ഇങ്ങനെ തന്നെ മനുഷ്യന്മാരാവണമെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നുമില്ല. അത് എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തികച്ചും എൻ്റേത് മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വലിയ പൊളിറ്റിക്സ് ഒന്നും നമ്മൾ ഒരു പബ്ലിക് സ്പേസിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ടൊക്കെ പറയേണ്ട ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോയ്സ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ അത് ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഞാൻ ഇതാണ് എന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കണമല്ലോ, എൻ്റെ കാഴ്ചപ്പാട് ഇതാണെന്ന്. അതിനു വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് നന്ദി ചേച്ചി. ഒരുപാട് അടിപൊളി പ്രോജക്ട്സ് മുന്നോട്ട് വരട്ടെ. എപ്പോഴും ഇതുപോലെ ചിരിച്ച് ഹാപ്പി ആയിട്ട് മുന്നിലേക്ക് പോകാൻ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.